സംഘപരിവാർ സംഘടനകൾ സംഘടിപ്പിക്കുന്ന ശബരിമല സംരക്ഷണ സമ്മേളനത്തിന് പന്തളത്ത് തുടക്കമായി. ശബരിമല വികസനം, സുരക്ഷ, വിശ്വാസം എന്നീ വിഷയങ്ങളിൽ രാവിലെ സെമിനാറുകൾ നടക്കുകയാണ്. ശബരിമല തന്ത്രി സംഗമത്തിന് ദീപം തെളിയിച്ചു. ഉച്ചയ്ക്ക് ശേഷമാണ് ഭക്തജന സംഗമം. പന്തളത്തെ സംഗമം വിശ്വാസികളുടെ സമ്മേളനമാണെന്ന് BJP നേതാവ് കുമ്മനം രാജശേഖരനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ G രാമൻ നായരും പറഞ്ഞു. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനം അവിടുത്തെ ആചാരവിശ്വാസങ്ങൾ എല്ലാം സംരക്ഷിക്കണമെന്നുള്ളതാണ്. ആചാരവിശ്വാസത്തെ ധ്വംസിച്ചവർ, പിച്ചിച്ചീന്തിയവർ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഘവുമായിട്ട് വന്നതിൽ അയ്യപ്പ ഭക്തന്മാർക്ക് സംശയങ്ങളുണ്ട്, ദുരിതകൾ ധാരാളമുണ്ട്. ശൂന്യമായിരുന്നു അവിടുത്തെ ഹാൾ, അവരുടെ സമ്മേളന വേദി. എന്തുകൊണ്ടത് സംഭവിച്ചു? കാരണം അയ്യപ്പന്മാർ ബഹിഷ്കരിച്ചു. അതിന് കാരണമുണ്ട്. കാരണം അവർക്ക് വലുത് വിശ്വാസമാണ്. ആ വിശ്വാസം സംരക്ഷിക്കുന്നതോടൊപ്പം നിൽക്കും. ഇന്നിവിടെ പന്തളത്ത് നടക്കുന്ന സമ്മേളനം വിശ്വാസികളുടെ സമ്മേളനമാണ്. വിശ്വാസമാണ് വലുത്. അത് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാം. ശബരിമല സംരക്ഷണ സമ്മേളനം എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. വിശ്വാസികളുടെ ഒരു സംഘം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതാർക്കും എതിരല്ല, ആരെയും എതിർക്കാനുള്ളതല്ല. മറിച്ച് ശബരിമലയെ സ്നേഹിക്കുകയും ശബരിമലയുടെ വികസനം ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകൾ ഒരുമിച്ച് ചേർന്ന് ശബരിമലയെക്കുറിച്ചും അതിന്റെ തീർത്ഥാടന കാര്യങ്ങളെക്കുറിച്ചും ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ ആലോചിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു സമ്മേളനം. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ശബരിമല എന്ന് പറയുന്ന ആ പുണ്യഭൂമിയെ മലീമസമാക്കാനും അതിലെ പാവനത നശിപ്പിക്കാനും ശ്രമിച്ച ആളുകളാണ്. അതുകൊണ്ട് അവർ പാപപരിഹാരത്തിന് വേണ്ടി പമ്പയിൽ കുളിച്ച് ഒരു പാപപരിഹാരത്തിന് വേണ്ടി നടത്തുന്ന ഒരു സമ്മേളനമായിട്ട് ഞാനതിനെ കാണുന്നുള്ളൂ. അല്ലാതെ അത് ശബരിമലയെ സംരക്ഷിക്കുന്നതിനോ ശബരിമലയുടെ വിശ്വാസങ്ങളെ കാത്തു സൂക്ഷിക്കുന്നതിനോ ഉള്ള ഒരു സംഭവമായിട്ട് അതിനെ വിലയിരുത്താൻ നമ്മളാരും തയ്യാറല്ല. MG പ്രതീഷ് വിവരങ്ങൾ നൽകും പന്തളത്ത് നിന്ന്. പ്രതീഷ്, ഇപ്പോഴെന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? ഇനിയിപ്പോൾ വൈകുന്നേരം ഒരു പൊതുസമ്മേളനം എന്ന് പറയാവുന്ന തരത്തിൽ വിശ്വാസികളുടെ ഒരു സംഗമം കൂടി നടക്കാനുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ പന്തളത്ത് നൽകാനുള്ളത് പ്രതീഷ്? വിജയകുമാർ, കഴിഞ്ഞ ദിവസം പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ശബരിമല സംരക്ഷണ സമ്മേളനം ഈ പന്തളത്ത് നടന്നത്. ഈ പ്രധാനമായും ആദ്യഘട്ടത്തിൽ വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളാണ് നടക്കുന്നത്. ഇപ്പോഴും ഈ സെമിനാറുകൾ തുടരുകയാണ്. ശബരിമലയുടെ വികസനം, ഒപ്പം ശബരിമലയുടെ ആചാര സംരക്ഷണം, വിശ്വാസം, ശബരിമലയുടെ സുരക്ഷ, ഈ 3 വിഷയങ്ങളിലാണ് പ്രധാനമായും സെമിനാറുകൾ നടക്കുന്നത്. ഈ ആഗോള അയ്യപ്പ സംഗമം ഈ വിശ്വാസികളുടെയും ഒപ്പം ഈ വിശ്വാസ സംരക്ഷണങ്ങളുടെയും സംഗമമായിരുന്നില്ല എന്നുള്ള ഒരു വിമർശനമാണ് പ്രധാനമായും ഇന്ന് ഉയർന്നു കേട്ടിട്ടുള്ളത്. ഈ ശബരിമല തന്ത്രി ആണ് ഈ പന്തളത്തെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് തുടർന്നാണ് ഈ 3 സെക്ഷനുകളായി സെമിനാറുകൾ ആരംഭിച്ചിട്ടുള്ളത്. ഒപ്പം ഈ ഉച്ചയോടുകൂടിയാണ് പൊതുസമ്മേളനം ആരംഭിക്കുന്നത്. തമിഴ്നാട് മുൻ BJP സംസ്ഥാന അധ്യക്ഷൻ K അണ്ണാമലയാണ് ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിന് ബദൽ എന്ന രീതിയിലാണ് ഈ വിശ്വാസ സംഗമം പന്തളത്ത് സംഘടിപ്പിക്കുന്നത്. ഈ പമ്പയിൽ നടന്ന സംഗമത്തിൽ യഥാർത്ഥ അയ്യപ്പ ഭക്തർ ഒന്നും തന്നെ പങ്കെടുത്തില്ല. ഒഴിഞ്ഞ കസേരകളായിരുന്നു പമ്പയിൽ ഉണ്ടായിരുന്നത്. അതിനൊക്കെയുള്ള മറുപടിയാണ് പന്തളത്ത് ഈ ബദൽ സംഗമത്തിലൂടെ സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ സംഗമത്തിലുടനീളം വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. വളരെ ആളുകളെ ഈ സംഗമത്തിൽ എത്തിക്കാൻ സംഘപരിവാർ സംഘടനകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ 5000-ഓളം പ്രതിനിധികൾ പങ്കെടുക്കുമെന്നതാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം 120-ഓളം സമുദായ സംഘടനകളിൽ നിന്നുള്ള ആളുകൾ പങ്കെടുക്കുമെന്ന ഒരു അവകാശവാദവും ഈ സംഘാടകർ ഉന്നയിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുയർന്ന നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കും. ഈ സെമിനാറുകളിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങളൊക്കെ തന്നെ അത് റിപ്പോർട്ടായി ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കുമെന്നതാണ് ഇപ്പോൾ ഈ സംഘാടകരടക്കം പറയുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ സെമിനാറുകൾ അവസാനിക്കും. ശബരിമലയുടെ സുരക്ഷയും വികസനവും വിശ്വാസവും എന്ന വിഷയത്തിലാണ് സെമിനാറുകൾ നടക്കുന്നത്. ഈ സെമിനാറുകൾക്ക് ശേഷമായിരിക്കും പൊതുസമ്മേളനത്തിലേക്ക് കടക്കുക. ഈ പൊതുസമ്മേളനത്തിൽ ഉൾപ്പെടെ ഈ സർക്കാരിനെയും CPM-നെയും രൂക്ഷമായി വിമർശിക്കുന്ന പ്രതികരണങ്ങളാണ് ഇതിനോടകം തന്നെ വന്നിട്ടുള്ളത്. വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനത്തിലും ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഈ ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കുന്ന ഒരു സംഗമമല്ല നടന്നിട്ടുള്ളത്. ഈ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ തന്നെ അതിനെതിരായി പ്രവർത്തിച്ചവരാണ്
ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. അതിനുള്ളൊരു പാപഭാരമാണ് കഴിഞ്ഞ ദിവസം പമ്പയിൽ നടന്നത് എന്നുള്ള വിമർശനം ഉൾപ്പെടെ BJP നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. ആ വിമർശനങ്ങളായിരിക്കും വരുന്ന പൊതുസമ്മേളനത്തിലും ഉയർന്നു കേൾക്കുന്നത്. എന്തായാലും വലിയ ജനപങ്കാളിത്തം ഈ പന്തളത്തെ ശബരിമല സംരക്ഷണ സമ്മേളനത്തിലുണ്ട്. വിജയകുമാർ. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത് പന്തളത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.